നിന്റെ മാത്രം സഖി ഭാഗം 21. മിന്നുവേ, ജിഷ്ണു ചേട്ടന് നിന്നോട് എന്തോ ഒന്നില്ലേ? ലച്ചു പതുക്കെ പറഞ്ഞു. എന്തില്ലെന്ന് മിന്നു ചോദിച്ചു. അല്ല, ഒരു പ്രേമത്തിൻ്റെ മണം അടിക്കുന്നുണ്ട്, ലച്ചു പറഞ്ഞു. ദേ ലച്ചു, വേണ്ടാത്തത് പറയല്ലേ. മിന്നുവിന് ചെറിയ ദേഷ്യം തോന്നി. ഞാൻ കാര്യം പറഞ്ഞതാണ്. പുള്ളിയുടെ മട്ടും ഭാവവും കണ്ടാൽ നമുക്ക് മനസ്സിലാകുമല്ലോ, ലച്ചു പറഞ്ഞു. ഏയ്, ജിഷ്ണു ചേട്ടന് അങ്ങനെയൊന്നുമില്ല, നിനക്ക് തോന്നുന്നതാവും, മിന്നു പറഞ്ഞു. എന്നാൽ നീ പുള്ളി അടുത്ത് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ മനസ്സിലാവും. ഓ ശരി രാജാവേ. ജിഷ്ണു ചേട്ടന് അങ്ങനെയൊന്നുമില്ല, ഇവൾക്ക് തോന്നുന്നതാവും, മിന്നു അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു. ശ്രീയുടെ ക്ലാസ്സായിരുന്നു അവർക്കപ്പോൾ. ഹിമ ശ്രീയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അവളിലേക്ക് ഒരിക്കൽ പോലും ശ്രീയുടെ നോട്ടം ചെന്നില്ല. ശ്രീയേട്ടന് പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട, വെറുതെ എന്നെ അവഗണിക്കുന്നത് എന്തിനാണ്? ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു എന്താണെന്ന്. ഇനി ഞാൻ ഒരു ശല്യമായിട്ട് ശ്രീയേട്ടൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഹിമയുടെ കൺകോണിൽ നനവ് രൂപപ്പെട്ടു. അത് കവിളിണയിൽ വന്നപ്പോൾ തന്നെ അവൾ അത് ആരും കാണാതെ തുടച്ചു നീക്കി. എന്നാൽ ലച്ചു ഇത് ശ്രദ്ധിച്ചിരുന്നു. റസു വന്ന് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ശ്രീയേട്ടൻ എന്തിനായിരിക്കും ഹിമുവിനെ ഇങ്ങനെ അവഗണിക്കുന്നത് എന്നവൾ ചിന്തിച്ചു. ഉച്ചയ്ക്ക് അവർ വാഗമര ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. ഹിമയുടെയും ശ്രീയുടെയും കാര്യമാണ് ചർച്ചാ വിഷയം. നിനക്ക് എന്താണെന്ന് അറിയില്ലേ ശ്രീയേട്ടൻ നിന്നോട് മിണ്ടാതിരിക്കുന്നതെന്ന്? മിന്നു ചോദിച്ചു. ഇല്ല. നിങ്ങൾ തമ്മിൽ ഉടക്കിയോ? ഏഞ്ചൽ ചോദിച്ചു. എന്തിനെങ്കിലും, മിന്നു ചോദിച്ചു. ആദ്യമായിട്ടാണ് എന്നോടിങ്ങനെ അകൽച്ച കാണിക്കുന്നത്. എന്താണെന്ന് എനിക്ക് അറിയില്ല, അത് പറഞ്ഞവൾ കണ്ണുനീർ തുടച്ചു. ഹാ, സങ്കടപ്പെടാതെ നാത്തു, നമുക്ക് നോക്കാം, ലച്ചു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. മിന്നു. ജിഷ്ണുവിൻ്റെ ശബ്ദം കേട്ടതും അവൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. എന്താ ജിഷ്ണു ചേട്ടാ? അവൾ ചോദിച്ചു. ഒന്ന് വന്നേ, അവൻ പറഞ്ഞു. മിന്നു, പറയണത് സീരിയസ് ആയി എടുക്കണം. വിക്രം ഇന്നെ വണ്ടി ഇടിക്കാനായി വന്നില്ലേ? വെറുതെ അതിനെ തള്ളിക്കളയരുത്. അവനത് അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. വിക്രം അത്ര നല്ലവനൊന്നുമല്ല, അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം, ജിഷ്ണു വളരെ ഗൗരവത്തോടെ അവളോട് പറഞ്ഞു. ഹിമ പറഞ്ഞിരുന്നു വിക്രത്തിനെ കുറിച്ച്. പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും, പക്ഷേ അതിലൊന്നും ഞാൻ പതറില്ല. ചേട്ടൻ പേടിക്കണ്ട, മിന്നു അവനോട് പറഞ്ഞു. എന്നാലും മിന്നു, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഇന്ന് സായജ് വന്നില്ലായിരുന്നുവെങ്കിൽ നിനക്ക് എന്തെങ്കിലും പറ്റിയേനെ. ഞാൻ ക്ലാസ്സിലായിരുന്നു. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നപ്പോഴാണ് സായുജിൻ്റെ പുറകെ നീ പോകുന്നത് കണ്ടത്. അതാ ഞാൻ നിങ്ങളുടെ പുറകെ വരാതെ ഇരുന്നത്. അവൻ്റെ ദേഷ്യം കണ്ടാൽ അവൻ്റെ അടുത്തേക്ക് ആരും പോയില്ല. നീ എങ്ങനെ പോകുന്നു മോളെ? നിന്നെ സമ്മതിക്കണം. അതാണടാ മിന്നു, ആറ്റം ബോംബ് ആണെങ്കിലോ അത് പൊട്ടുമെന്നറിഞ്ഞാൽ അത് അവിടെ ചെന്ന് ഓഫാക്കാനുള്ള മനസ്സ് കാണിക്കുന്ന ഒരു നല്ല മനസ്സിനുടമയാണ് മിന്നു, ലച്ചു അവരുടെ ഇടയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. എടി, എൻ്റെ ഏട്ടനെ നീ ആറ്റം ബോംബ് എന്ന് വിളിക്കുന്നോ? ഹിമ ചോദിച്ചു. അങ്ങനത്തെ സ്വഭാവമല്ലേ, അതാ ഞാൻ അങ്ങനെ ഉപമിച്ചത്, ലച്ചു പറഞ്ഞു. മോള് അങ്ങനെ ഉപമിക്കണ്ട, ഹിമ പറഞ്ഞു. ഏഞ്ചൽ എവിടെ? മിന്നു ചോദിച്ചു. ഇച്ചായൻ വന്നു അവിടെ, ഹിമ പറഞ്ഞു. റസുവോ? മിന്നു തിരക്കി. അവളെ ആ കോഴിച്ചേട്ടൻ അവിടെ പിടിച്ചു നിർത്തിയേക്കുവാണ്, ലച്ചു പറഞ്ഞു. എൻ്റെ ദൈവമേ, മിന്നു നെഞ്ചിൽ കൈവച്ചു. ആരാണ് കോഴി? ജിഷ്ണു സംശയത്തോടെ ചോദിച്ചു. എൻ്റെ ചേട്ടാ, ഫൈസലിക്കയാണ് ഇവർ ഇങ്ങനെ വിളിക്കുന്നത്, ഹിമ ജിഷ്ണുവിൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഓ, നിങ്ങളെന്താ എവിടെ നിൽക്കുന്നത്? അങ്ങോട്ടേക്ക് വന്ന സായുധ് ചോദിച്ചു. മിന്നുവിനെ ജിഷ്ണു ചേട്ടൻ വിളിച്ചുകൊണ്ട് പോയി. അവളെ കാണാഞ്ഞിട്ട് തിരക്കി വന്നതാ, ഹിമ പറഞ്ഞു. ദേ മിന്നു, ആറ്റം ബോംബ്, ലച്ചു മിന്നുവിൻ്റെ കാതിനരികിലായി പറഞ്ഞു. ഹാ, മിണ്ടാതില്ല ലച്ചു, മിന്നു പതുക്കെ പറഞ്ഞു. ജിതിനിപ്പോൾ എങ്ങനെയുണ്ടടാ? സായുജ് അവനോട് ചോദിച്ചു. ഇപ്പോൾ കുറവുണ്ട് സച്ചു, ജിഷ്ണു പറഞ്ഞു. സച്ചു? ഇങ്ങനൊരു പേരുണ്ടോ സായുജിന്? മിന്നു ആലോചിച്ചു. ഇങ്ങനെ തിരക്കിയാൽ പോരാ, ഒന്ന് എന്ന് കാണാൻ പാടില്ലേ, കൂട്ടുകാരനല്ലേ, ഹിമ പറഞ്ഞു. അതിന് ഞാൻ പോയി കണ്ടല്ലോ അമ്മു, സായുജ് അവളോട് പറഞ്ഞു. ആണോ? ആ അതെ, നാത്തു ചന്നി, ഹിമയെ അടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അജു വന്നത്. നാത്തു? അജു സംശയത്തോടെ അതുരുവിട്ടു. സായുജ് സംശയത്തോടെ അവരെ നോക്കി. ഈ നാത്തു എന്ന് വിളിക്കുന്നത് എന്താ? കുറച്ച് നാളായല്ലോ, സായുജ് ചോദിച്ചു.
അത് ചുമ്മാ ഒരു രസത്തിന്, ലച്ചു അവനെ നോക്കി പറഞ്ഞു. ചുമ്മാ അതങ്ങനെ വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി. അത് പറഞ്ഞ് അവൻ നടന്നു. പുറകെ അജു. സച്ചു, എനിക്കൊരു സംശയം, അജു പറഞ്ഞു. പറയ് അജു, സായുജ് പറഞ്ഞു. ആ കൊച്ച് എന്താ അങ്ങനെ വിളിക്കുന്നത്? അജു ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാനാണ്, അമ്മുവിനോട് ചോദിച്ചിട്ടാണ് പറയുന്നില്ല, സായുജ് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ വിളിക്കുന്നത് ആ കുട്ടിക്ക് തന്നെ ഇഷ്ടമായിട്ടായിരിക്കുമോ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, അജു പറഞ്ഞു. ഒന്ന് പൊക്കി അജു. സായുജ് വേഗം നടന്നു. ഞാൻ വിട്ടു, ഞാനിനി ഒന്നും പറയുന്നില്ലേ, അജു അത് പറഞ്ഞ് നടന്നു. സായുജ് ചേട്ടനെ വീട്ടിൽ വിളിക്കുന്നത് സച്ചു എന്നാണോ? തിരികെ നടക്കുന്ന വഴി മിന്നു ചോദിച്ചു. അതെ, അന്ന് വഴക്കിട്ടാൽ പിന്നെ ഈ പേര് ആരും വിളിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഏട്ടൻ തന്നെ പറഞ്ഞു വിളിക്കാൻ, ഹിമ പറഞ്ഞു. ഓഹോ, ഏഞ്ചലെ മതി സൊള്ളിയത്, വാ, ലച്ചു ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദേ വരുന്നു, ഏഞ്ചൽ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു. റസുവേ, ലച്ചു അവളെ നീട്ടി വിളിച്ചു. എടി വെള്ളപ്പാറ്റൻ, മിണ്ടാതിരുന്നോണം, ഫൈസൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഈ പോടോ വഴി, ഞാൻ റസുവിനെയല്ലേ വിളിച്ചത്, റസു നീ ഇങ്ങോട്ട് വാ, അവൾ അവനോട് പറഞ്ഞുകൊണ്ട് അവളെ വിളിച്ചു. ഇപ്പോൾ വരാൻ ലച്ചു, റസു അവളോട് പറഞ്ഞു. അല്ല, ഇവർ ഉടക്കിയതല്ലേ, എന്നിട്ട് നിന്ന് സംസാരിക്കണത് എന്താണാവോ, മിന്നു അവരോട് ചോദിച്ചു. ആർക്കറിയാം, ഹിമ പറഞ്ഞു. എൻ്റെ വാക്കിനൊരു വിലയില്ലല്ലോ, ലച്ചു അത് പറഞ്ഞുകൊണ്ട് കണ്ണീരൊപ്പി. കർച്ചീഫ് വേണോ, മിന്നു ചോദിച്ചു. വേണ്ട, ലച്ചുവേ, ഏഞ്ചൽ വന്ന് അവളെ വിളിച്ചു. എന്നോട് മിണ്ടണ്ട, ലച്ചു ചെറുതായി പരിഭവം നിറച്ചു. എന്തു പറ്റി ലച്ചു, ഏഞ്ചൽ ചോദിച്ചു. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് സിദ്ധുവേട്ടനെ വിളിക്കാനുള്ളതാ, നിങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിച്ച സമയം പോകും, ലച്ചു പറഞ്ഞു. എൻ്റെ ഈശോയെ, ഏഞ്ചൽ അത് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ചു. എന്തു പറ്റി ഏഞ്ചൽ, ഹാർട്ട് അറ്റാക്ക് ആണോ, ലച്ചു ചോദിച്ചു. ഏഞ്ചൽ, തൃപ്തിയായി മോളെ, തൃപ്തിയായി. അല്ല, നിന്റെ സിദ്ധുവേട്ടനെ നിനക്ക് ഇപ്പോൾ വിളിച്ചുകൂടെ, ഹിമ പറഞ്ഞു. എന്നോട് വർക്കിൻ്റെ സമയത്ത് വിളിക്കരുതെന്ന് പറഞ്ഞു, ലച്ചു പറഞ്ഞു. ആ ചേട്ടന് നല്ല ബുദ്ധിയുണ്ട്, ഹിമ പറഞ്ഞു. പോന്നാത്തോ, അവൾ അത് പറഞ്ഞുകൊണ്ട് ചുണ്ടു കൂർപ്പിച്ചു. എടി രസു, ഒന്ന് വന്നേ, ലച്ചു വീണ്ടും വിളിച്ചു. അതെ വരുന്നു. ഇവളെന്താണാവോ ഇതിന് മാത്രം സംസാരിക്കണത്, ഹിമ പറഞ്ഞു. ആർക്കറിയാം, എന്നാൽ പോയാലോ, റസു അത് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. മോൾ അവിടെ വന്ന് നിന്നേ, ലച്ചു പറഞ്ഞു. റസു എന്താണെന്ന അർത്ഥത്തിൽ അവരെ നോക്കി. എന്തായിരുന്നു അവിടെ, ഏഞ്ചൽ ചോദിച്ചു. അതൊരു കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു, റസു അവരോട് പറഞ്ഞു. എന്ത് കഥ, മിന്നു സംശയത്തോടെ ചോദിച്ചു. കുറുക്കൻ്റെയും കോഴിയുടെ, റസു പറഞ്ഞു. അവർ മെല്ലെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. കോളേജിൻ്റെ മുന്നിൽ സായുജും കൂട്ടരും ബൈക്കിലുണ്ടായിരുന്നു. അലക്സിൻ്റെ കൂടെ ജോയലും, അജുവിൻ്റെ കൂടെ ഫൈസലും. സായുജ് ബൈക്കിൽ അമ്മുവിനെ കാത്തിരിക്കുവാണ്. ഏട്ടാ, എന്നാൽ പോകാം, അവൻ്റെ അരികിൽ ചെന്ന് അമ്മു ചോദിച്ചു. കയറൂ, അവൻ പറഞ്ഞു. ഹിമ തൻ്റെ കൂട്ടുകാർക്ക് നേരെ കൈവീശി ടാറ്റ കൊടുത്തു. അവർ തിരിച്ചും കൊടുത്തു. സായുജ് മിന്നുവിനെ ഒന്ന് നോക്കി തലയാട്ടി. മിന്നു അതിന് പുഞ്ചിരിച്ചു. ആ ചിരിമെല്ലെ അവനിലും പടർന്നു. ഏഞ്ചലെ, ഇച്ചായം പോട്ടേടി, നാളെ കാണാം, ഏഞ്ചലിനെ നോക്കിക്കൊണ്ട് അലക്സ് പറഞ്ഞു. ശരി ഇച്ചായോ, അവൾ പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു. വേഗം വീട്ടിൽ പോകാൻ നോക്കൂ പിള്ളേരെ. ഫൈസൽ അത് പറഞ്ഞതു അവർ ബൈക്ക് സ്റ്റാർട്ടാക്കി പോയി. നമുക്ക് പോകാം മിന്നു, ലച്ചു ചോദിച്ചു. പോകാം, മിന്നു പറഞ്ഞു. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കും വഴിയാണ് കാറിൻ്റെ ഹോണയുടെ ശബ്ദം കേൾക്കുന്നത്. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രീയായിരുന്നു. ദേ സാറ് വന്നല്ലോ, ഞങ്ങളെന്നാൽ നടക്കുക, റസു പറഞ്ഞു. നിങ്ങളും വാ, നമുക്ക് ഒരുമിച്ച് പോകാം, ലച്ചു പറഞ്ഞു. വേണ്ട ലച്ചു, ഞങ്ങൾ ബസ്സിൽ പൊക്കോളാം, വാ ഏഞ്ചൽ, റസു അത് പറഞ്ഞുകൊണ്ട് ഏഞ്ചലിൻ്റെ കൈ പിടിച്ച് നടന്നു. കാറിൽ നിന്നും ഹോണയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവർ ഏഞ്ചലും റസുവും പോയ വഴിയിൽ നിന്നുള്ള നോട്ടം മാറ്റിയത്. എന്നിട്ടവർ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. അവർ രണ്ടുപേരും പിൻസീറ്റിൽ ചെന്നിരുന്നു. ശ്രീ